ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഒരു ലുങ്കി തുണിയിൽ നിന്ന് ഒരു ഡ്രസ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒരു തുണി എടുത്തിട്ട് കര രണ്ടും വരുന്ന ഭാഗം കൂട്ടിപ്പിടിച്ച് മടക്കിയിട്ട് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ മടക്കിയെടുക്കുക. അപ്പുറത്തെ സൈഡിൽ 3 ഭാഗം വരുന്നതും ഇപ്പുറത്തെ സൈഡിൽ 2 ഭാഗം വരുന്നതും ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ മടക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അളവിൻ്റെ ഡ്രസ്സ് കുറച്ച് ലൂസുള്ള ഡ്രസ്സ് എടുത്താൽ അത്രയും നല്ലത്. അതിനനുസരിച്ച് അളവെടുത്തിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ലൂസുള്ള ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവിന് കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നെക്ക് ഇങ്ങനെ ബാക്ക് നെക്ക് കണക്കാക്കിയിട്ടാണ് വെട്ടുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡറിൻ്റെ അവിടെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ക്രോസ് ആയിട്ട് ചെരിച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോട്ടൻ്റെ ടോപ്പ് ആയതുകൊണ്ട് ഈ ആം ഹോളൊക്കെ നന്നായിട്ട് നിൽക്കും. അപ്പോൾ അതിനനുസരിച്ച് ആം ഹോളും വെട്ടിക്കൊടുത്തു. ഇനി ലെങ്ത്തിലേക്ക് വരാം. ലെങ്ത്താണ് വെട്ടുന്നത്. ഇപ്പോൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത്ര ലെങ്ത്തിലേക്ക് ആക്കിയിട്ട് എടുക്കാം. ഞാൻ അതിൻ്റെ ആ ഡ്രസ്സിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ വരുന്ന ആ ഇതിൻ്റെ ഒരു ഇച്ചിരി താഴോട്ടായിട്ടാണ് എടുക്കുന്നത്. അതെടുത്ത് ആ അറ്റത്തേക്ക് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ്, ഒരു 2 ഇഞ്ച് ഒന്ന് കൂട്ടിയിട്ട് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് താഴോട്ടേക്കുള്ള പോർഷനാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ അംബ്രല കട്ടാക്കിയിട്ടും നമുക്ക് എടുക്കാം. അംബ്രല കട്ടാകുമ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അടിക്കാൻ നമുക്ക് പറ്റും. ഇത് നോർമലായിട്ട് എന്താ പറയുക, അങ്ങനെ ചുരുക്കമൊക്കെ ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ അതിൻ്റെ വശമൊക്കെ ഒന്ന് റെഡി ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് എടുത്തിട്ട് ആ ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ അളവ് ആ ഡ്രസ്സ് തന്നെയാണ് അളവ് വെച്ച് നോക്കുന്നത്, ലെങ്ത്ത്. ആ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് അളവ് എത്രയാണോ, നീളം ലെങ്ത്ത് എത്രയാണോ താഴോട്ടേക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ അത് ലെങ്ത്ത് നോക്കി അതിനനുസരിച്ച് അവിടെ വെച്ചിട്ട് ആ പോയിന്റിൽ വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി വെട്ടിയിട്ടുള്ള ബാക്കി മുകളിലുള്ള ആ ചെറിയ പീസ് എടുത്തിട്ട് നല്ല നീളത്തിൽ മടക്കിയെടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ട് വീണ്ടും മടക്കിയിട്ട് നമുക്ക് ഹാൻഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ലെങ്ത്ത് റെഡിയാക്കി നല്ല രീതിയിൽ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് എടുത്തിട്ട് ആം ഹോളും കട്ട് ചെയ്ത് കൈയിൻ്റെ ലെങ്ത്ത് എത്ര വേണോ അതിനനുസരിച്ച് ലെങ്ത്ത് നോക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ കാണിച്ചില്ലേ, 4 അറ്റം ഒരു സൈഡിലേക്ക് വരുന്ന വിധത്തിൽ ഇപ്പുറത്ത് 2 അറ്റം വരുന്ന രീതിയിലായിട്ടാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത്. ആ ആം ഹോള് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് മടങ്ങി കിടക്കുന്നുണ്ട്, അതൊന്ന് നിവർത്തുകയാണ്. അതിന് ശേഷം നമ്മൾ നീട്ടി കട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കുക. ഞാൻ കുറച്ച് ലെങ്ത്തിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതാണ്. അതൊരു ടെക്ക് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ആ അടിയിലേക്കുള്ള പീസും എടുത്ത് റെഡിയാക്കി വെക്കാം. ഓക്കെ, ഇനി തയ്ക്കാം.